ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളെ അനഘയുടെ കല്യാണത്തിന് പോകുന്നതാണ് ഇന്നത്തെ വ്ളോഗ്. നമ്മൾ കോഴിക്കോട് പോയിട്ട് അവിടുന്ന് വയനാടേക്ക് പോയതാണ്. പടിഞ്ഞാറത്തറയാണ് അവളുടെ വീട്. എങ്ങോട്ടാ അനഘയുടെ കല്യാണത്തിന്? 3 ദിവസമാണ് പരിപാടി ഉണ്ടായിരുന്നത്. ശനിയാഴ്ച, ഞായറാഴ്ച, തിങ്കളാഴ്ചയാണ് കല്യാണം. അപ്പോൾ നമ്മൾ ശനിയാഴ്ച അങ്ങനെ രാവിലെ പുറപ്പെട്ടു. ഈവനിങ് ആകുമ്പോഴത്തേക്ക് എത്തിയപ്പം ഹൽദി ശനിയാഴ്ചയായിരുന്നു. പിന്നെ ഞായറാഴ്ച നമ്മുടെ ബ്രൈഡൽ ഷവർ. അപ്പോൾ ഹൽദിക്ക് അവൾ കൽപ്പറ്റുണ്ടായതുകൊണ്ട് തന്നെ അവളോടെയാണ് നമ്മൾ കൽപ്പറ്റയിൽ നിന്ന് അവളുടെ വീട്ടിലേക്ക് പോയത്. ഹൽദിക്ക് അവളൊരു പിങ്ക് ഡ്രസ്സും ബാക്കി എല്ലാവരും യെല്ലോ തീമിലായിരുന്നു. അപ്പോൾ അവളും അവളുടെ സിസ്റ്ററും അതേപോലെ തന്നെ പിന്നെ അവിടെയുള്ള കുറേ ആൾക്കാർ, ചെറിയ കുഞ്ഞുങ്ങൾ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്ത് ഡാൻസ് കളിച്ചു. ആ ദിവസം അടിപൊളിയായിരുന്നു എന്തായാലും. പിന്നെ ഡാൻസൊക്കെ തട്ടിക്കൂട്ടിയതാണെങ്കിലും എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് തന്നെ പ്രോഗ്രാംസൊക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 3 പേരും ഒരു ചെറിയ 3 മിനിറ്റുള്ള ഡാൻസ് ഞങ്ങളും കളിച്ചിരുന്നു. പിന്നെ എന്തുകൊണ്ടായാലും ഹൽദി അടിപൊളിയായി. ഫസ്റ്റ് ദിവസം ഹൽദി നല്ല രീതിയിൽ തന്നെ സെറ്റായി. പിന്നെ ബ്രൈഡൽ ഷവർ, അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഡേ പിന്നെ നൈറ്റ് കല്യാണ തലേന്ന് പാട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. അനഘി എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്തതുപോലെ നമ്മൾ ഡാൻസും പാട്ടൊക്കെ ആയിട്ട് തലേന്ന് എൻജോയ് ചെയ്ത് സെറ്റാക്കി. പിന്നെ അവളുടെ കോസ്റ്റ്യൂം ഒരു ലഹങ്ക ലൈറ്റ് ഷെയ്ഡിലുള്ള ലഹങ്കയായിരുന്നു. പിന്നെ ഇത് അവരുടെ നാട്ടിലുള്ള ഒരാളാണ്. അങ്ങനെ അവരുടെയും ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അന്നത്തെ ദിവസം പോയി. നെക്സ്റ്റ് നമ്മുടെ കോസ്റ്റ്യൂം എന്ന് പറയുന്നത് സാരി ആയിരുന്നു. അപ്പോൾ രാവിലെ തന്നെ അവരുടെ കൂടെ ഫോട്ടോഷൂട്ടിന് പോകേണ്ടതുണ്ടായതുകൊണ്ട് തന്നെ രാവിലെ 8 മണിയാകുമ്പോഴത്തേക്ക് തന്നെ സാരിയൊക്കെ എടുത്ത് സെറ്റായി. പിന്നെ അവളുടെ വീട്ടിനടുത്തുള്ളൊരു നല്ലൊരു ആംബിയൻസുള്ളൊരു വീട്ടിലായിരുന്നു ഫോട്ടോഷൂട്ട് രാവിലെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടേക്ക് പോയി നമ്മളെല്ലാവരും വീഡിയോവും ഫോട്ടോസും ഒക്കെ ആയിട്ട് എടുത്ത്. പിന്നെ ശേഷം ചെക്കൻ വന്നു. കല്യാണം 12 മണിക്ക് ആ ഒരു സമയത്താണ് ഉണ്ടായത്. 12:30 ആ ഒരു സമയത്താണ് മുഹൂർത്തം ഉണ്ടായത്. അപ്പോൾ അതാണ് ചെക്കൻ. പിന്നെ കല്യാണമൊക്കെ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും കല്യാണം കഴിഞ്ഞു. അപ്പോൾ ഒരു വല്ലാത്തൊരു മൊമെൻ്റാണത്. കാരണം നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഉറ്റ സുഹൃത്തിൻ്റെ ഒരു കല്യാണം എന്ന് പറയുന്ന ഒരു മൊമെൻ്റൊക്കെ നമുക്കും ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നൊരു മൊമെൻ്റാണ്. അപ്പോൾ ഒരു അടിപൊളിയായിട്ട് അത് കഴിഞ്ഞു. പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ചടങ്ങെന്ന് പറയുന്നത് സദ്യ ആണല്ലോ. അപ്പോൾ സദ്യ കഴിച്ചു. സദ്യ അടിപൊളി സദ്യ ആയിരുന്നു. മോളെ ഇന്നെന്താ പരിപാടി ഉണ്ടേ? കല്യാണം കഴിഞ്ഞല്ലോ, സന്തോഷമായില്ലേ? പിന്നെ യാത്രയൊക്കെ പറഞ്ഞു മകളും ഇറങ്ങിയതിന് ശേഷം തൊട്ട് പിന്നാലെ തന്നെ നമ്മളും ഇറങ്ങി. അങ്ങനെ നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പിന്നെ പടിഞ്ഞാറത്തറ വന്ന് അവിടുന്ന് ഞാനും ആനയും കൂടെ മാനന്തവാടിക്ക് ബസ്സിന് വന്നിട്ട് പിന്നെ മാനന്തവാടിയിൽ നിന്ന് കണ്ണൂർ ബസ്സിന് പോയി. അങ്ങനെ രാത്രി കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് തിരിച്ച് കാസർഗോഡ് ബസ്സിന് കയറിയിട്ട് ഒരു 10-11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നാട്ടിലെത്തി. എന്തായാലും അടിപൊളി എൻജോയ് ചെയ്തൊരു കല്യാണം തന്നെയാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നമുക്ക് എല്ലാം അടിപൊളിയാക്കാൻ സാധിച്ചിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.